ചെന്നിട്ട് പറ തന്റെ ശാഠ്യക്കാരി മകളോട്. പറയാൻ പറയില്ലെന്ന് പറഞ്ഞില്ലേ? തന്നോട് പറയാനാണ് പറഞ്ഞത്. കൊന്നാലും ഞാൻ പറയില്ല. ശവം. എന്തെങ്കിലും വിവരം കിട്ടിയോ വിഷ്ണുവേട്ടാ? ഇല്ല. നീ സമാധാനിക്ക്. എല്ലാ ഭാഗത്തേക്കും ആളെ വിട്ടിട്ടുണ്ട്. ഒരു വിവരവും ഇല്ല അല്ലേ വിഷ്ണു? അച്ഛൻ പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലത്തേക്കും ഞാൻ ആളെ വിട്ടിട്ടുണ്ടമ്മേ. അച്ഛൻ എവിടെ ഉണ്ടെങ്കിലും അവര് തേടി പിടിച്ചോണ്ട് വരും. എവിടെ പോയാലും ഈ ഒരു അവസ്ഥയിൽ വേഗം തിരിച്ചു വരേണ്ടതല്ലേ അദ്ദേഹം? 2 ദിവസം കഴിഞ്ഞാൽ കല്യാണം ആയില്ലേ? കല്യാണമല്ലല്ലോ അമ്മ ഇപ്പൊ പ്രശ്നം. ആദ്യം അച്ഛനെ കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് മതി വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും. ക്ഷണിച്ചു വരുത്തിയവർ കുറ്റപ്പെടുത്തുമായിരിക്കും. അതൊന്നും സാരമില്ല. നമുക്ക് പോലീസിൽ ഒന്ന് കംപ്ലൈന്റ് ചെയ്താലോ? ചെയ്യാം. ഇന്ന് തന്നെ ഞാൻ അതിനുള്ള നീക്കങ്ങൾ ചെയ്യാം. അതെ, അതാ നല്ലത്. കാലത്തെ മുതലുള്ള ഓട്ടായിരുന്നു. അച്ഛനെ കണ്ടുപിടിക്കാൻ വിഷ്ണുവേട്ടൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ? എന്താ വിഷ്ണു, തലവേദനയുണ്ടോ? അതെ അതെ, നല്ല തലവേദന. നീ ഒരു കാര്യം ചെയ്യ, ഒരു ഗ്ലാസ് ചായ എടുക്ക. ഇപ്പൊ കൊണ്ടുവരാം. നല്ല കടുപ്പത്തിലെടുത്തോ. അമ്മേ ഒന്ന് വന്നേ. എന്താ വിഷ്ണു? ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താ മോനെ? തീരെ കേൾക്കണ്ട, അതുകൊണ്ടാ. അമ്മ ഒന്ന് പുറത്തേക്ക് വന്നു. ഒരിക്കലും പറയരുതെന്ന് കരുതി മനസ്സിൽ കൊണ്ട് നടക്കായിരുന്നു ഞാൻ. പക്ഷേ അത് ഇനിയും ഇങ്ങനെ വയ്യമ്മേ. എന്താ മോനെ? അദ്ദേഹത്തിന് വല്ലതും? മീരയുടെ മുമ്പിൽ വെച്ച് പറയുന്നത് ശരിയല്ലാന്ന് തോന്നി. അതുകൊണ്ടാ അമ്മയടുത്ത് പുറത്തേക്ക് വരാൻ പറഞ്ഞത്. എന്താ? അദ്ദേഹം എവിടെയാ? വിഷ്ണു അദ്ദേഹത്തെ കണ്ടോ? അച്ഛനന്ന് ഇവിടുന്ന് പോകുമ്പോ അമ്മയടുത്തൊന്നും പറഞ്ഞില്ലേ? വിഷ്ണുവിനെ കാണണമെന്ന് പറഞ്ഞു. അല്ലാതെ മറ്റൊന്നും? ഞാൻ ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല. എല്ലാം വന്നിട്ട് പറയാന്ന് മാത്രം പറഞ്ഞു.